സുഭാഷിതങ്ങൾ 13-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. വിവേകമുള്ള മകൻ പിതാവിൻ്റെ ഉപദേശം കേൾക്കുന്നു, പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു. ഉത്തമനായ മനുഷ്യൻ തൻ്റെ വാക്കുകളുടെ സത്ഫലം അനുഭവിക്കുന്നു. വഞ്ചകന്മാർ അക്രമമാണ് അഭിലഷിക്കുന്നത്. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു. അതരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു. എത്ര ആഗ്രഹിച്ചാലും അലസനൊന്നും കിട്ടുന്നില്ല. സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. നീതിമാൻ കാപിട്ട് തീർക്കുന്നു. ദുഷ്ടൻ ലജ്ജയും അഭിമാനവും വെടിഞ്ഞ് പ്രവർത്തിക്കുന്നു. സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി കാത്തുകൊള്ളും. ദുഷ്ടനെ പാപം നിലം പതിപ്പിക്കുന്നു. ഒരുവൻ ധനികനെന്ന് നടിക്കുന്നു, എങ്കിലും അവന് യാതൊന്നുമില്ല. അപരൻ ദരിദ്രനെന്ന് നടിക്കുന്നു, എങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ട്. ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യമാണ് മനുഷ്യൻ്റെ സമ്പത്ത്. എന്നാൽ ദരിദ്രന് മോചനത്തിന് മാർഗമില്ല. നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും, ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞു പോകും. താന്തോന്നികൾ ഔന്നത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു. ഉപദേശം സ്വീകരിക്കുന്നവരുടെ കൂടെയാണ് വിവേകം. അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും. അല്പാൽപമായി കരുതി വയ്ക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. സഫലമാകാൻ വൈകുന്ന പ്രതീക്ഷ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. സഫലമായി കഴിഞ്ഞ ആഗ്രഹം ജീവന്റെ വൃക്ഷമാണ്. ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു. കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്. മരണത്തിൻ്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് സഹായിക്കുന്നു. സദ്ബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു. അവിശ്വസ്തരുടെ മാർഗം അവർക്ക് നാശം വരുത്തുന്നു. വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു. ഭോഷനാകട്ടെ തൻ്റെ ഭോഷത്വം തുറന്നു കാട്ടുന്നു. ഔചിത്യമല്ലാത്ത ദൂതൻ ആളുകളെ കുഴപ്പത്തിലാക്കുന്നു. വിശ്വസ്തനായ സന്ദേശവാഹകരൻ രത്നം കരുതി വയ്ക്കുന്നു. ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേടുന്നു. ശാസനം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു. നിറവേറിയ അഭിലാഷം ആത്മാവിന് മാധുര്യമേറ്റുന്നു. തിന്മ വിട്ടൊഴിയുന്നത് ഭോഷർക്ക് അവിഹിതമാണ്. വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായി തീരുന്നു. ഭോഷരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു. നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു. ഉത്തമനായ മനുഷ്യൻ തൻ്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു. പാപിയുടെ സമ്പത്ത് നീതിമാന്മാർക്കായി സംഭരിക്കപ്പെട്ടതാണ്. ദരിദ്രരുടെ കയ്യിൽ തരിശുനിലം ധാരാളം ആഹാരം ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. എന്നാൽ നീതി കെട്ടവൻ അത് കൈക്കലാക്കി തരിശിടുന്നു. മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു. സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷ നൽകാൻ ജാഗ്രത കാട്ടുന്നു. നീതിമാന് വിശപ്പടക്കാൻ വേണ്ടത്ര വകയുണ്ട്. ദുഷ്ടന് പട്ടിണി കിടക്കേണ്ടി വരും. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ജ്ഞാനം വീട് പണിയുന്നു, ഭോഷത്വം സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു. സത്യസന്ധൻ കർത്താവിനെ ഭയപ്പെടുന്നു. കുടിലമാർഗി അവിടുത്തെ നിന്ദിക്കുന്നു. ഭോഷന്റെ സംസാരം അവൻ്റെ മുതുകത്ത് വീഴുന്ന വടിയാണ്. വിവേകികളുടെ വാക്ക് അവരെ കാത്തുകൊള്ളും. കാളകളില്ലാത്തടത്ത് ധാന്യവുമില്ല. കാളയുടെ കരുത്ത് സമൃദ്ധമായ വിളവ് നൽകുന്നു. വിശ്വസ്തനായ സാക്ഷി കള്ളം പറയുന്നില്ല. കള്ളസാക്ഷി പൊളി പറഞ്ഞു കൂട്ടുന്നു. പരിഹാസകൻ വിവേകം അന്വേഷിക്കുന്നത് നിഷ്ഫലമാണ്. ബുദ്ധിമാന് അറിവ് ലഭിക്കുക എളുപ്പവും. ഭോഷനിൽ നിന്ന് അകന്നു മാറിക്കൊള്ളുക. അവനിൽ നിന്ന് സാരമുള്ള വാക്കുകൾ ലഭിക്കുകയില്ല. തൻ്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാന്റെ വിവേകം. വിഡ്ഢികളുടെ ഭോഷത്വം അവരെ തന്നെ കബളിപ്പിക്കുന്നു. ദുഷ്ടരെ ദൈവം വെറുക്കുന്നു. സത്യസന്ധർ അനുഗ്രഹം പ്രാപിക്കുന്നു. ഹൃദയത്തിൻ്റെ ദുഃഖം അതിന് മാത്രമേ അറിഞ്ഞുകൂടൂ. അതിൻ്റെ സന്തോഷത്തിലും അന്യർക്ക് പങ്കില്ല.
ദുഷ്ടരുടെ ഭവനം നശിപ്പിക്കപ്പെടും, സത്യസന്ധരുടെ കൂടാരം പുഷ്ടി പ്രാപിക്കും. ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖം ഭരിതമാണ്. സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കുക. വഴിപിഴച്ചവൻ തൻ്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കും. ഉത്തമനായ മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളുടെയും. ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു. ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു. വിവേകി ജാഗ്രതയോടെ തിന്മയിൽ നിന്ന് അകന്നു മാറുന്നു. ഭോഷൻ വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടുന്നു. ക്ഷപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു. ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. ശുദ്ധഗതിക്കാർ ഭോഷത്വം കാട്ടിക്കൂട്ടുന്നു. ബുദ്ധിമാന്മാർ വിജ്ഞാന കിരീടമണിയുന്നു. ദുർജനം സഞ്ചനങ്ങളുടെ മുൻപിലും ദുഷ്ടർ നീതിമാന്മാരുടെ കവാടങ്ങളിലും കുമ്പിടും. ദരിദ്രനെ അയൽക്കാരൻ പോലും വെറുക്കുന്നു. ധനികന് അനേകം സ്നേഹിതന്മാരുണ്ട്. അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ്. പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും. തിന്മ നനയ്ക്കുന്നവൻ തെറ്റ് ചെയ്യുകയല്ലേ. നന്മയ്ക്ക് കളമൊരുക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കൂറും വിശ്വാസവും ലഭിക്കുന്നു. അധ്വാനമേതും ലാഭകരമാണ്. അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴിതെളിക്കുകയുള്ളൂ. ജ്ഞാനമാണ് വിവേകികളുടെ കിരീടം. ഭോഷത്വം ഭോഷന്മാർക്ക് പൂമാലയും. സത്യസന്ധനായ സാക്ഷി പലരുടെയും ജീവൻ രക്ഷിക്കുന്നു. കള്ളസാക്ഷി വഞ്ചകനാണ്. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം. സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തി ജീവന്റെ ഉറവയാണ്. മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു. രാജാവിൻ്റെ മഹത്വം പ്രജകളുടെ ബാഹുല്യമാണ്. പ്രജകൾ ചുരുങ്ങിയ രാജാവ് നാശമടയുന്നു. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്. മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. ദരിദ്രരെ ഞെരുക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. പാവപ്പെട്ടവരോട് ദയ കാണിക്കുന്നവൻ അവിടുത്തെ ബഹുമാനിക്കുന്നു. ദുഷ്ടൻ തിന്മ ചെയ്ത് അധപതിക്കുന്നു. നീതിമാൻ സ്വന്തം നീതിനിഷ്ഠയിൽ അഭയം കണ്ടെത്തുന്നു. ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു. ഭോഷന്മാരുടെ ഹൃദയം അതിനെ അറിയുന്നേയില്ല. നീതി ജനതയെ ഉത്കർഷത്തിലെത്തിക്കുന്നു. പാപം ഏത് ജനതയ്ക്കും അപമാനകരമത്രേ. വിവേകത്തോടെ പ്രവർത്തിക്കുന്ന സേവകൻ രാജാവിൻ്റെ പ്രീതി നേടുന്നു. ലജ്ജാവഹമായി പ്രവർത്തിക്കുന്നവൻ്റെ മേൽ അവൻ്റെ കോപം നിബദിക്കുന്നു.